നമ്മൾ പലപ്പോഴും പുറത്തു പോകുന്നത് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ദുഃഖമുള്ള സമയത്ത് പുറത്തു പോകുമ്പോൾ പല കാഴ്ചകളും നമുക്ക് സന്തോഷിപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു കുട്ടിയെ ഞാൻ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ കണ്ടതാണ്. അവരുടെ അമ്മയും അച്ഛനും മുത്തശ്ശിയും ആയിട്ട് ഭയങ്കര അടി വഴക്കുമായിരുന്നു. ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ അവൾ കസേരയിൽ ഇരിക്കാൻ കൂട്ടാക്കിയില്ല, ഭയങ്കര ബഹളം. അപ്പോൾ ഞാൻ മൊബൈൽ ഓണാക്കി ആ കുട്ടിയുടെ വർത്തമാനം കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ അത് ഞാനത് റെക്കോർഡാക്കി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇട്ടിരിക്കുകയാണ്. ആ കുട്ടി അവസാനം അവൾ പിണക്കം അവസാനിപ്പിച്ച് സോറി പറഞ്ഞ് ഭക്ഷണം കഴിച്ച് ടാറ്റ പറഞ്ഞ് പോയി. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ട് രസിച്ച് നോക്കൂ. ആരാധികേ അത് ശരി, ഇത് കാണണമല്ല. ഇപ്പമുണ്ട് നീ കുടുംബിയാണ്, കുടുംബി. ഞാൻ മലയാളിയാടി, നീ ബംഗാളിയാണ് അടി. ആ ബംഗാളിയാണ്. നീ സ്കൂളിൽ പോയാൻ തുടങ്ങിയ? സ്കൂളിൽ പോകുന്നുണ്ടല്ലേ? പഠിക്കാനൊക്കെ ഉണ്ടാ മെടുക്ക്? ഞാൻ ഇരിക്കൂലെന്ന്, നിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടായിരിക്കുന്നുള്ളൂ. ഇരിക്കൂലെന്ന്, നീ ആദ്യം ഇരിക്കും. ആരെങ്കിലും കസേരയിൽ ഇങ്ങനെ ചെരുപ്പിട്ടോണ്ടിരിക്കുക ഇരിക്കുന്ന സ്ഥലത്ത്? കുമ്പിടി നാക്കുണ്ട് കോണകം കൊടുക്കാൻ. നിന്റെ പേരെന്താന്ന് പറ, നിന്റെ പേര് പറ. പേര് പറയുന്നു, നീ പേര് പറയുന്നുണ്ടായില്ലേ? പേര് പറഞ്ഞോട്, അതന്നെ പേര് പറഞ്ഞോട്. ഞാൻ ഇപ്പൊ ടീച്ചറുടെ അടുത്ത് കൊണ്ട് പറയുമ്പോ ഈ കുട്ടിക്ക് ആബ്സെന്റ് ഇടണം, പ്രസന്റ് ഇടരുതെന്ന്. ഫോട്ടോ അയച്ചു കൊടുക്കും. നിന്റെ ഫോട്ടോ ഞാൻ ടീച്ചർക്ക് അയച്ചു കൊടുക്കും. ഇപ്പൊ നോക്കിക്കോ, നിന്റെ ഫോട്ടോ ഞാൻ എടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കും. ഞാൻ ബംഗാളി, നീ ബംഗാളി. നീ എന്ത് ഡാൻസ് കാണിക്കുന്ന? ഡാൻസ് കാണിക്കുന്ന ഞാൻ പിടിച്ചോണ്ട് പോവില്ല, നിന്നെ പിടിച്ചോണ്ട് പോകും. അവർ സ്വാതന്ത്ര്യമുണ്ട് സംസാരിക്കാൻ. ഈ കുട്ടി നിങ്ങളുടെ മോളാണോ? എന്നെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഒരു സ്ഥലം. ഇത്രയും നീ കഴിക്കോ? എനിക്ക് ഇത്തിരി തന്നൂടെ? കുറച്ചെനിക്ക് തരുമോ? തരൂലേ? നീ ബംഗാളിയാന്ന് ഞാൻ കേട്ടത്. അമ്മ പറഞ്ഞു നിന്റെ ബംഗാളിന്ന് എടുത്തതാണ്. ബംഗാളിക്കാരാണ് ഈ പൂ വെച്ചേക്കണം, മഞ്ഞപ്പൂ. എന്നെ എടുത്തോണ്ട് പോവാനാ? നിന്നെ എടുക്കാനാ എടുക്കാം. എനിക്ക് ഇത്തിരി വെയിറ്റ് ഉള്ളേ. നിന്നെ വേണേ ഞാൻ പൊക്കി എടുത്തോണ്ട് പോവാം. തുടച്ചു കളയുന്ന ഞാൻ തൊട്ടാ തുടച്ചു കളയോ? പറ. ഉഷാറായി, ആളും ഉഷാറായി. അടിച്ച സ്വന്തമായിട്ട് അടിച്ചു. സോറി, ഇറ്റ്സ് ഓക്കേ. ലവ്ലി ബേബി. തൊട്ടാ നീ തുടങ്ങിയോ? അത് കൊള്ളാമല്ലോ. ആർക്കും തൊടണ ഇഷ്ടമല്ല, മുടി തൊടണമെന്ന് ആർക്കും ഇഷ്ടമല്ല. അപ്പൊ ആരും കുളിപ്പിക്കണം? അമ്മ കുളിപ്പിക്കണം. ജോലിക്ക് പോണ്ട. എന്നാ ഈ ബംഗാളിയുടെ അടുത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ആൾക്കാര്? ബംഗാളിയുടെ അടുത്ത് കൊട്ട ഇറങ്ങാൻ പറ്റില്ല, ഭയങ്കര. റൊട്ടി വേണമാ? சப்பாத்தியா? எண்ணெய் விடாத சப்பாத்தி அப்படிதான் தின்னும்பா. அதெல்லாம் களையப்படாது, தின்னும்பா. எண்ணெய் இல்லாத சப்பாத்தி அப்படிதான். ആരാധികേ
ഈ കുട്ടി നിങ്ങളുടെ മോളാണോ? അങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഒരു സ്ഥലത്ത്. ഇത്രയും നീ കഴിക്കോ? ആഹാ, എനിക്ക് ഇത്തിരി തന്നൂടെ? കുറച്ച് എനിക്ക് തരുമോ? തരൂലേ? ബംഗാളിയാന്ന് ഞാൻ കേട്ടത്. അമ്മ പറഞ്ഞു നിന്റെ ബംഗാളിന്ന് എടുത്തതാണ്. ബംഗാളിക്കാരാണ് ഈ പൂ വെച്ചേക്കണം, മഞ്ഞപ്പൂ. എന്നെ എടുത്തോണ്ട് പോവാനാ? നിന്നെ എടുക്കാനാ എളുപ്പം. എനിക്ക് ഇത്തിരി വെയിറ്റ് ഉള്ളേ. നിന്നെ വേണേ ഞാൻ പൊക്കി എടുത്തോണ്ട് പോവാം. തുടച്ചു കളയുന്ന ഞാൻ തൊട്ടാ തുടച്ചു കളയോ? പറ. ഉഷാറായി, ആള് ഉഷാറായി. അടിച്ച സ്വന്തമായിട്ട് അടിച്ചു. സോറി, ഓക്കെ. ലവ്ലി ബേ. തൊട്ടാ നീ തുടങ്ങിയോ? അത് കൊള്ളാമല്ലോ. ആരും തൊടുന്ന ഇഷ്ടമല്ല, മുടി തൊടുന്ന ആർക്കും ഇഷ്ടമല്ല. അറിഞ്ഞില്ല, എന്തായാലും അറിഞ്ഞില്ല. അവൾ ചുമ്മാ വിളിച്ച് പറയാം. ആരാധികേ വേണമാ? റൊട്ടി വേണമാ? ചപ്പാത്തിയാ? എണ്ണ விடாத ചപ്പാത്തി അമ്പടുത്തെ തിന്നുമ്പോ അതെല്ലാം കളയപ്പെടാതെ തിന്നുമ്പോ എണ്ണ ഇല്ലാതെ ചപ്പാത്തി അമ്പടുത്തെ ചോക്ലേറ്റ് എനിക്ക് എടുക്കണം. ഓയ്യാ വേറെന്താ? ചോക്ലേറ്റില്ല, വെനിലയല്ലേ ഉള്ളൂ. നല്ല പുളിയുണ്ട് ദോശ. വേണമാ? റൊട്ടി വേണമാ? അങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഒരു സ്ഥലത്ത്. ഇത്രയും നീ കഴിക്കോ? ആഹാ, എനിക്ക് ഇത്തിരി തന്നൂടെ? കുറച്ച് എനിക്ക് തരുമോ? തരൂലേ? ബംഗാളിയാന്ന് ഞാൻ കേട്ടത്. അമ്മ പറഞ്ഞു നിന്റെ ബംഗാളിന്ന് എടുത്തതാണ്. ബംഗാളിക്കാരാണ് ഈ പൂ വെച്ചേക്കണം, മഞ്ഞപ്പൂ. എന്നെ എടുത്തോണ്ട് പോവാനാ? നിന്നെ എടുക്കാനാ എളുപ്പം. എനിക്ക് ഇത്തിരി വെയിറ്റ് ഉള്ളേ. നിന്നെ വേണേ ഞാൻ പൊക്കി എടുത്തോണ്ട് പോവാം. തുടച്ചു കളയുന്ന ഞാൻ തൊട്ടാ തുടച്ചു കളയോ? പറ. ഉഷാറായി, ആള് ഉഷാറായി. അടിച്ച സ്വന്തമായിട്ട് അടിച്ചു. സോറി, ഓക്കെ. ലവ്ലി ബേ.